അങ്ങേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പിറക്കുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത AD എന്നും BC എന്നും ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ യാതൊരു പ്രവൃത്തിയുടെയോ യാതൊരു പണമുടക്കിന്റെയോ ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, മരിച്ചടക്കപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ മുന്നിനടിയരായാലും അവർക്കൊരു നിത്യജീവനുണ്ട്, അവർക്കൊരു ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നവർ. എന്നാൽ അവരുടെ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കുവാൻ നാം എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കാര്യമില്ല. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുന്ന ഏതൊരുവരും സൗജന്യമായ രക്ഷ പ്രാപിക്കുന്നു. എവിടെ രക്ഷ സൗജന്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കർമാചാരങ്ങൾ നടത്തുമ്പോൾ അനേകം പണം മുടക്കിയിട്ടാണ് അവത് ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ അതിന് പ്രയോജനമൊന്നുമില്ല. കാരണം ബൈബിൾ പറയുന്നു, ഇവിടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനവും നിത്യജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കരുണയാൽ നമുക്ക് ലഭിക്കുന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. യേശു ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം അത് എന്നെയും നിങ്ങളെയും നിത്യജീവനവകാശികളാക്കി തീർക്കുന്നു. പ്രിയമുള്ളവരെ, നാം വിവിധ പാപജീവിതത്തിൽ മുഴങ്ങി ഇരിക്കുന്നവരാണ്. മദ്യപാനത്താലും സമാധാനമില്ലായ്മയാലും ആകുല ചിന്തകളാലും ഒക്കെയും ഭാരപ്പെട്ടിട്ട് വെറും മാനുഷികമായി ചിന്തിച്ച് നമ്മുടെ ജീവിതം തള്ളി നീക്കുകയാണ്. ഒരു പ്രത്യാശയില്ലാത്ത ജീവിതം തള്ളി നീക്കുന്നവരായിരിക്കാം എന്നെ കേൾക്കുന്നവർ. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ സകലത്തിനും മതിയായ ദൈവമാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുരന്തന്മാരെ സൗഖ്യമാക്കി, കൂടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചികരന്മാർക്ക് കേൾവി ശക്തി കൊടുത്തു എന്ന് വേണ്ട മനുഷ്യന്റെ സമസ്ത മേഖലകളിലും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അനേകർക്ക് ആശ്വാസം ലഭിച്ചു. ഞങ്ങൾ ഇന്നോട് പ്രസംഗിക്കുന്നതും യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സമാധാനവും ആശ്വാസവും മറ്റുള്ളവർക്കും ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതൊരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണമായിട്ടല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഇത് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ